ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളത് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേക്ക്. എന്തിനാ വെറുതെ പ്രശ്നത്തിനൊക്കെ പോകുന്നേ? എന്റെ പൊന്നപ്പി, എന്റെ അരുമയ്ക്കരുമയായ മക്കളാണ് സത്യം. ഞാൻ എടുത്തിട്ടേ ഇല്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനും ചെയ്യാം. എത്ര കോൺഫിഡന്റോടെ ഞാനിത് പറയണമെങ്കിൽ എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവണം. ഉണ്ട്. ഉടനെ അത് എന്റെ കയ്യിലേക്ക് വരും. അത് കഴിഞ്ഞാ പിന്നെ രമാദേവിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ആ എന്നോട് വെല്ലുവിളിക്കുമ്പോ സൂക്ഷിക്കണം, വളരെ വളരെ സൂക്ഷിക്കണം. നമ്മൾ ഒരു വയറ്റിൽ നിന്ന് വന്നതാണെങ്കിലും പണം കൊണ്ടും അംഗബലം കൊണ്ടും രമാദേവി എന്ന ഞാനാണ് മുന്നിൽ. എന്നും അതങ്ങനെ തന്നെ ആയിരിക്കും. രമയല്ലേ വിളിച്ചത്? എന്താ പറയുന്നത്? നിശ്ചയമൊക്കെ ആയോ? നിങ്ങൾ മുടക്കി മുടക്കി ഇപ്പം നിശ്ചയം വരെ ആയി. ഇനി വിവാഹം കഴിയുന്നത് വരെ വീണ്ടും മുടക്ക്. രമയ്ക്ക് അനങ്ങാൻ പറ്റാത്ത എന്തോ ഒരു രാജതന്ത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അതിനി എന്ന് പുറത്തേക്ക് എടുക്കാനിരിക്കാ നിങ്ങള്? അതുകൊണ്ടൊരു കാര്യമില്ലെന്നാ തോന്നുന്നത്. അവള് വേറെന്തോ മുന്നിൽ കണ്ടിട്ടുണ്ട്, അത് ഉറപ്പാ. അപ്പോ നിങ്ങളെ കൊണ്ട് ഒന്നും സാധിക്കില്ലെന്ന് സാരം. ഈ കാലത്ത് ഒരു കൊച്ചുകുട്ടി വിചാരിച്ചാ മതി ഒരു വിവാഹം മുടക്കാൻ. അതിനുപോലും നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ആ വിവാഹത്തിന്റെ അന്ന് വല്ല വിഷവും വാങ്ങി തന്ന് 3 എണ്ണത്തിന് അങ്ങ് ചത്ത് കളയാ. മാനം കെട്ടി ജീവിക്കുന്നതിലും അന്തസ്സുണ്ട് അതിന്. അത് തന്നെ എന്റെ തീരുമാനം. എന്നോടൊപ്പം ജീവിക്കേണ്ടവൻ മറ്റൊരു പെണ്ണിന്റെ കൈ പിടിച്ച് നടക്കുന്നത് കാണുന്നതിലും ഭേദം മരിക്കുന്നത് തന്നെ. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും. മോളെ, നീ ഇങ്ങനൊന്നും പറയല്ലേ. ഞാൻ പിന്നെ എന്തു പറയണം? അർജുൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് നോക്കി നിൽക്കണോ? അതോ ഇതൊക്കെ എന്റെ വിധിയാണെന്ന് സമാധാനിച്ച് ഈ വീട്ടിലിരുന്ന് കരയണോ? ഇത്രയും നാള് എനിക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഇനി എന്ത് വന്നാലും അർജുനനെ എനിക്ക് മറക്കാൻ പറ്റില്ല. മറക്കണം, മറന്നേ പറ്റൂ. കാരണം നിന്റെ അച്ഛന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. ആ നിസ്സഹായാവസ്ഥ കണ്ടോ നീ? നിന്റെ അച്ഛനെ കൊണ്ട് ഒന്നും സാധിക്കില്ലെന്ന് ആ മുഖം പറയുന്നുണ്ട്. നിനക്ക് അർജുനെ കിട്ടുമായിരുന്നു മോളെ. അവനോടൊപ്പം ജീവിക്കുകയും ചെയ്യായിരുന്നു. നീ ഈ അച്ഛന്റെ മോളായി പിറന്നതുകൊണ്ടാ ഇതൊക്കെ നിനക്ക് നഷ്ടാവുന്നത്. നിന്നെയും നിന്റെ ഇഷ്ടങ്ങളെയും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അച്ഛനെ നിനക്ക് കിട്ടിയത്. നമുക്കൊന്നിനും കഴിവില്ലാത്തതിന് മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? വാ മോളെ. നിങ്ങൾ കാറിനകത്ത് തന്നെ ഇരുന്നോ, ഞാൻ പോയി എൻഗേജ്മെന്റ് റിംഗ് വാങ്ങിയിട്ട് വരാം. എന്തിരുത് പിള്ള, ഞാനും കൂടെ വരട്ടെ ഈ കടയിലോട്ട്. ഞാൻ ഇതിന്റെ പുറം വശേ കണ്ടിട്ടുള്ളൂ, അകത്ത് കണ്ടിട്ടില്ല. ഞാനും കൂടെ. പിന്നെ ഞാൻ ഇവിടെ കാണാൻ അയക്കണത്, ഞാനും കൂടി വരും. അയ്യോ അണ്ണന് ഞാനും കൂടെ വരാം. പൊന്നും കൂടെ വീട്. ശരി, നടക്ക്. ഹായ്. വെൽക്കം മാഡം. താങ്ക് യു. അർജുൻ എന്ന പേരിൽ ഒരു വെഡിംഗ് റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാഷ് ഓൾറെഡി പേ ചെയ്തതാ, ഇന്ന് വരാനാ പറഞ്ഞത്.
ഓക്കെ മാഡം, ഒരു മിനിറ്റ്. ഇതാ മാഡം. സ്വർണം കൂടുതലാണോ അണ്ണ? ഏയ് നീ 2-3 വളയം കൂടി എടുത്തിടാൻ നോക്കാൻ കൊണ്ട്. 1 second. ഓക്കെ മാഡം. എന്താ ഇതൊക്കെ എന്തിനാ എടുത്തിട്ടേ? പിള്ളേ, ഇതൊന്നും വാങ്ങിയിടാനുള്ള ഭാഗ്യം എനിക്കില്ല. അപ്പൊ കരുതി ഇപ്പൊ ഒന്ന് ഇട്ട് നോക്കാന്ന്. ഇതൊക്കെ ഒന്ന് അഴിച്ചു കൊടുത്തേ, മനുഷ്യനെ വെറുതെ നാണം കെടുത്താനായിട്ട്. ഒരു കൊടു. നിന്റെ ഐശ്വര്യം പോയല്ലോ മോളി. നേരത്തെ ബാലക്കാരന്റെ ലുക്കും പവറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പകൽ ഫിഷ് മോളി തന്നെയായി. മതി നിർത്ത്, വരാൻ നോക്ക്, വാ. എക്സ്ക്യൂസ് മീ മാഡം, ഈ മാഡം ഇവിടെ വെച്ചതിൽ ഒരു വളയുടെ കുറവുണ്ട്. ഈ മോഡൽ വളയാണ് മിസ്സായത്. അതവിടെ തന്നെ കാണും, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്ക്. ഇല്ല മാഡം, ഞാൻ നന്നായിട്ട് നോക്കിയതാ. നീ എന്തിനു പറഞ്ഞോണ്ട് വരുന്നത്? ഞാൻ മോട്ടി ചെന്നാ? അയ്യോ, അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാടാ? മോളി ആളൊരു ഫ്രാഡാണ്. എന്നിട്ട് ആരുടെ മുതലും പണം നടക്കൂല ഏട്ടാ. എടാ, നിനക്കറിയാമാ, നല്ല അന്തസ്സായിട്ട് ആ ചന്തയിലെ മീന് വിറ്റ് ജോലി ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. അല്ലാതെ നിന്നെ ഈ സ്വർണം കൊണ്ടുപോയി വിറ്റിട്ട് ജീവിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, കേട്ടില്ല? പയലെ, എന്നെ വെറുതെ കളിയാക്കല്ലേ. നിങ്ങളത് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേക്ക്. എന്തിനാ വെറുതെ പ്രശ്നത്തിനൊക്കെ പോകുന്നേ? എന്റെ പൊന്നപ്പി, എന്റെ അരുമയ്ക്കരുമയായ മക്കളാണ് സത്യം. ഞാൻ എടുത്തിട്ടേ ഇല്ല. ഇവിടെ CCTV ഉള്ളതല്ലേ, നമുക്ക് അതിലൊന്ന് ചെക്ക് ചെയ്യാം. ശരി മാഡം.